ഇന്ന് ഇന്റർ മയാമി തങ്ങളുടെ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിന് വേണ്ടി PSG-ക്കെതിരെ കളത്തിലിറങ്ങുകയാണ്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9:30 ഈ മത്സരം നടക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ ഒരു പോരാട്ടത്തെ ഇന്റർ മയാമി ആരാധകർ നോക്കിക്കാണുന്നത്. കാരണം ഈ ഒരു മത്സരം ഇന്റർ മയാമിക്ക് PSG-ക്കെതിരെ വിജയിക്കാൻ സാധിച്ചാൽ അത് ചരിത്ര നേട്ടമാകും. അർജന്റീൻ സൂപ്പർ താരമായ ലിയണൽ മെസ്സിയിൽ തന്നെയാണ് ഇന്റർ മയാമിയുടെ മുഴുവൻ പ്രതീക്ഷയുമുള്ളത്. പരിശീലകൻ ഹാവിയർ മഷരാനോ PSG-ക്കെതിരെ എന്ത് തന്ത്രമാകും ഇന്ന് കളത്തിലിറക്കുക എന്നതും വളരെയധികം ആകാംക്ഷ നിറഞ്ഞ ഒന്നാണ്. കൂടാതെ മറുവശത്ത് പ്രമുഖ പരിശീലകനായ ലൂയിസ് എൻറിക്കയും ഏത് തരത്തിലുള്ള ടാക്ടിക്സുകളാകും കളത്തിലിറക്കുക എന്നതും നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. മത്സരത്തിൽ ലിയണൽ മെസ്സിയെ തടയാൻ സാധിച്ചാൽ PSG പരിശീലകന് കാര്യങ്ങൾ എളുപ്പമാകും. എന്നാൽ ലിയണൽ മെസ്സിയെ താൻ മുൻപ് പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും ലിയണൽ മെസ്സിയെ തടയാൻ തനിക്ക് സാധിക്കില്ല എന്ന് പരിശീലകൻ ലൂയിസ് എൻറിക്കെ മുൻപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയതാണ്. കൂടാതെ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിലും ലൂയിസ് എൻറിക്കെ ലിയണൽ മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. നമുക്കറിയാം, ഇന്റർ മയാമി പരിശീലകൻ ഹാവിയർ മഷരാനോയും ലിയണൽ മെസ്സിയും ലൂയിസ് സുവാരസും സെർജിയോ ബുസ്കസും ജോർഡി ആൽബയുമെല്ലാം മുൻപ് നിലവിലെ PSG പരിശീലകനായ ലൂയിസ് എൻറിക്കയ്ക്ക് കീഴിൽ ബാഴ്സലോണയിൽ ഒരുമിച്ച് കളിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ലൂയിസ് എൻറിക്കെ പറയുന്നുണ്ട്, അവർ എനിക്ക് കളിക്കാർ മാത്രമായിരുന്നില്ല, അവർ എന്റെ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വൈകാരികമായ മാച്ചാണ്. കൂടാതെ ലിയണൽ മെസ്സിയാണ് ഏറ്റവും മികച്ച താരമെന്നും മെസ്സിക്കെതിരെ കളിക്കുമ്പോൾ തനിക്കത് ഓർമ്മയുണ്ടെന്നും ലൂയിസ് എൻറിക്കെ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പാൽമരസിനെതിരെയുള്ള മത്സരത്തിന് മുൻപ് ലിയണൽ മെസ്സിക്ക് പരിക്കുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ചെറിയ തോതിലുള്ള പരിക്കുകൾ ലിയണൽ മെസ്സിയെ അലട്ടിയിരുന്നെങ്കിലും പാൽമരസിനെതിരെയുള്ള മത്സരം ലിയണൽ മെസ്സി കളിച്ചിരുന്നു. കൂടാതെ PSG-ക്കെതിരെയുള്ള മത്സരത്തിന്റെ ട്രെയിനിങ് സെക്ഷനുകളിലെല്ലാം ലിയണൽ മെസ്സിയെ പരിക്ക് അലട്ടുന്നുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നെങ്കിലും PSG-ക്കെതിരെയുള്ള മത്സരത്തിൽ ലിയണൽ മെസ്സി സജ്ജമാകുമെന്ന് ഉറപ്പാണ്. പാൽമരസിനെതിരെയുള്ള മത്സരത്തിൽ ലിയണൽ മെസ്സിക്ക് കളിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടും ലിയണൽ മെസ്സി കളത്തിലിറങ്ങിയതിനെ കുറിച്ച് ഇന്റർ മയാമി പരിശീലകൻ ഹാവിയർ മഷരാനോ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇന്റർ മയാമി പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പാൽമരസിനെതിരെയുള്ള മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല, കാരണം ബ്രോഡ്കാസ്റ്റേഴ്സ് അത് കാണിച്ചിട്ടില്ല. ആ ഒരു മത്സരത്തിൽ ലിയണൽ മെസ്സി കളിക്കാൻ പോലും പറ്റാത്ത ഒരു പൊസിഷനിലായിരുന്നു. എന്നിട്ടും 95 മിനിറ്റ് ലിയണൽ മെസ്സി വളരെയധികം പവർഫുള്ളായി കളിച്ചു. മത്സരത്തിന്റെ ഗതി തന്നെ അദ്ദേഹം കൈക്കുള്ളിലാക്കി. ഒരുപാട് കമാൻഡുകൾ അദ്ദേഹം സഹതാരങ്ങൾക്ക് നൽകി സഹതാരങ്ങളെ എൻകറേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് കളിയെ സഹായിച്ചു. ഇതൊന്നും ബ്രോഡ്കാസ്റ്റേഴ്സ് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ലിയണൽ മെസ്സി ഇതെല്ലാം കളിക്കളത്തിൽ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ല. ലിയണൽ മെസ്സിയുടെ ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് കളിയെ തന്നെ മാറ്റിമറിക്കും. ഇതെല്ലാമായിരുന്നു ഹാവിയർ മഷരാനോയുടെ വാക്കുകൾ. എന്തായാലും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ജൂൺ 29 ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 9:30 ഞായറാഴ്ച രാത്രി 9:30 നടക്കാനിരിക്കുന്ന ഈ ഒരു പോരാട്ടം നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ലൈവായി കാണാമെന്നൊരു ചോദ്യം ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് TV ചാനൽ വഴി നമുക്ക് ഈ മത്സരം കാണാൻ സാധിക്കില്ല. ഇനി മൊബൈലിൽ തേർഡ് പാർട്ടി ആപ്പുകളായ എപ്പിക് സ്പോർട്സ്, GHD ആപ്പുകളിലൂടെ നമുക്ക് ഈ മത്സരം ലൈവായി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കാം. ഇനി UAE, ഖത്തർ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലുള്ളവർക്കും ഇന്ത്യക്കാർക്കും ഡസൻ ഫുട്ബോൾ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഈ മത്സരം ആ ആപ്പിലൂടെ ലൈവായി കാണാൻ സാധിക്കും. ഇനി ഈ മത്സരം കാണാൻ വേണ്ടിയുള്ള ലിങ്ക് വേണ്ടവർക്ക് ലിങ്ക് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മത്സരം തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മത്സരത്തിന്റെ ലൈവ് ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ഇന്റർ മയാമി പരിശീലകൻ മഷരാനോയുടെ കീഴിൽ കഴിഞ്ഞ ദിവസം വിത്ത് ആൻഡ് വിത്തൗട്ട് ബോൾ സ്പ്രിന്റിംഗ് വർക്കൗട്ടുകളാണ് കൂടുതലും നടത്തിയത്. അതുപോലെ തന്നെ ലോങ് ബോൾ വർക്കൗട്ടുകൾക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതായത് വിത്ത് ആൻഡ് വിത്തൗട്ട് ബോൾ സ്പ്രിന്റിംഗ് വർക്കൗട്ടിലൂടെ ക്വിക്ക് കൗണ്ടർ അറ്റാക്കുകൾക്കായിരിക്കാം PSG-ക്കെതിരെ ഇന്റർ മയാമി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരുപക്ഷെ പൊസിഷൻ ഗെയിമിലൂടെ PSG-യെ മറികടക്കാൻ ഇന്റർ മയാമി താരങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഇന്റർ മയാമി പരിശീലകന് നല്ലവണ്ണം അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ക്വിക്ക് കൗണ്ടറുകൾ ആൻഡ് സ്പ്രിന്റിംഗ് വർക്കൗട്ടുകളായിരുന്നു കഴിഞ്ഞ സെക്ഷനിൽ ഇന്റർ മയാമിക്ക് അധികവും ഉണ്ടായിരുന്നത്. പ്രാക്ടീസ് വീഡിയോസുകളെല്ലാം ഇന്റർ മയാമി തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കൂടാതെ പ്രാക്ടീസിനിടയിൽ ഇന്റർ മയാമി താരങ്ങൾ തന്നെ തമ്മിൽ നടത്തിയ ഒരു പ്രാക്ടീസ് മാച്ചിൽ ലിയണൽ മെസ്സി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരുന്നു കളിച്ചിരുന്നത്. അതായത് PSG-ക്കെതിരെയുള്ള മത്സരത്തിൽ ഒരുപക്ഷെ ലിയണൽ മെസ്സി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് വരാനും സാധ്യതയുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ ഇതിനു മുൻപ് ലിയണൽ മെസ്സി പെപ് ഗാർഡിയോളയ്ക്ക് കീഴിൽ ബാഴ്സലോണയിൽ കളിച്ചിട്ടുണ്ട്.
അതായത് മധ്യനിരയെയും അറ്റാക്കിംഗ് നിരയെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ. ഇന്റർ മയാമിയിൽ ഇതുവരെ ലിയണൽ മെസ്സി ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ടില്ല. ഫോർവേഡിൽ കളിക്കുന്ന ലിയണൽ മെസ്സി എല്ലാ പൊസിഷനിലേക്കും എത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി ലിയണൽ മെസ്സി കളിക്കുന്നത് ഇതേ പൊസിഷനിലാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ. ഇന്റർ മയാമിയുടെ വീക്ക് പോയിന്റ് അവരുടെ പ്രതിരോധമായതുകൊണ്ട് തന്നെ മധ്യനിരയെ ശക്തിപ്പെടുത്താനാകും ഇന്റർ മയാമി പരിശീലകന്റെ പ്ലാൻ. ബാക്ക് ലൈനിൽ 4 പേരും മധ്യനിരയിൽ 4 പേരും സെൻട്രൽ സ്ട്രൈക്ക് റോളിൽ ലിയണൽ മെസ്സിയും അറ്റാക്കിംഗ് റോളിൽ സുവാരസ് എന്ന രീതിയിൽ ഫോർമേഷൻ ആകാനാകും കൂടുതലും സാധ്യതയുള്ളത്. ഇനി PSG ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അവർ 4-3-3 ഫോർമേഷനാണ് പരീക്ഷിച്ചിരുന്നത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർ മിലാന് എതിരെ വരെ ആ ഒരു ഫോർമേഷനിൽ തന്നെയായിരുന്നു PSG കളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും PSG ഈ ഒരു ഫോർമേഷനിൽ തന്നെയാകും കളിക്കാൻ സാധ്യതയുള്ളത്. PSG ഒരു കളിശൈലി എങ്ങനെയെന്നാൽ ഫോർമേഷനിൽ 4 ബാക്കുകൾ ഉണ്ടെങ്കിലും മത്സരം തുടങ്ങി കഴിയുമ്പോൾ ആ ബാക്കുകളുടെ എണ്ണം 3 മാറും. വിംഗ് ബാക്കിൽ കളിക്കുന്ന ന്യൂനോ മെൻഡസും അഷ്റഫ് ഹക്കീമിയും മധ്യനിരയിലേക്ക് കൂടുതൽ പ്രസ് ചെയ്ത് കളിക്കും. ഇതിലൂടെ അറ്റാക്കിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാകും PSG കളിക്കുക. PSG മധ്യനിരയിലെ ഫാബിയൻ റൂയിസ് ഡിഫൻസിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ പോർച്ചുഗീസ് താരം വിറ്റീന അറ്റാക്കിങ്ങിലേക്ക് ആഞ്ഞു കളിക്കും. കൂടാതെ അറ്റാക്കിങ്ങിനും ഡിഫൻസിങ്ങിനും ഒരുപോലെ സാധിക്കുന്ന ന്യൂനോ മെൻഡസും ഹക്കീമിയും ഇരുവിങ്ങുകളിലൂടെയും ഓവർലാപ്പും ചെയ്യും. ഇതിലൂടെ ഹൈ പ്രസിംഗ് അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ PSG അനായാസം സാധിക്കും. ഇവർക്കൊപ്പം പരിക്കുമാറി ഉസ്മാൻ ഡെംബേല കൂടി കളത്തിലേക്ക് ഇറങ്ങിയാൽ അത് ഇന്റർ മയാമിക്ക് വലിയ തലവേദനയാകും. കൂടാതെ PSG യുവതാരം ഡെസിറോ ഡോവിയുടെ നിലവിലെ മികച്ച ഫോമും PSG ഗുണകരമാകും. എന്നാൽ ഇതിനെയെല്ലാം ചെറുത്തു നിൽക്കാൻ ഇന്റർ മയാമിക്ക് സാധിക്കും. മധ്യനിരയിലെ കളി തങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരണം. വളരെയധികം എക്സ്പീരിയൻസും ലെജൻഡറി താരം കൂടിയായ സെർജിയോ ബുസ്കസിന് ഇപ്പോഴും അതിന് സാധിക്കും. അതുപോലെ തന്നെ ഇന്റർ മയാമിയുടെ മധ്യനിരയിൽ വലിയ ടീമുകൾക്കെതിരെ കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത മറ്റു താരങ്ങളെ അത് ബാധിക്കും. ആ ഒരു പ്രശ്നം പരിഹരിക്കാനാകും ഒരുപക്ഷെ പരിശീലന സെക്ഷനിൽ ലിയണൽ മെസ്സിയെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് പരിശീലകൻ നിയമിച്ചത്. മധ്യനിരയിലെ കളി പിടിച്ചെടുത്ത് ലിയണൽ മെസ്സിക്കൊപ്പം ഇന്റർ മയാമി മധ്യനിരക്ക് മുന്നേറാൻ സാധിച്ചാൽ അത് ഗുണകരമാകും. ലിയണൽ മെസ്സിയുടെ കാലിൽ നിന്ന് മാന്ത്രികത പിറക്കുമെന്ന് ഉറപ്പാണ്. ഇതിന്റെ എല്ലാം മറുപുറം എന്തെന്ന് വെച്ചാൽ ലിയണൽ മെസ്സിക്ക് ഒപ്പം കളിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. 2022 ഖത്തർ വേൾഡ് കപ്പിൽ നമ്മളത് കണ്ടതാണ്. അധികമൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ജൂലിയൻ ആൽവരസിനെയുമെല്ലാം കൂട്ടി ലിയണൽ മെസ്സി വേൾഡ് കപ്പ് എടുത്തത്. അപ്പോൾ എക്സ്പീരിയൻസോ വലിയ ടീമിനെതിരെ കളിച്ചിട്ടുണ്ടോ എന്നത് മാത്രമല്ല കാര്യം, കളി വിജയിക്കണമെന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ PSG അട്ടിമറിക്കാൻ ഇന്റർ മയാമി താരങ്ങൾക്ക് സാധിക്കും. അത് 2022 ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീൻ താരങ്ങൾ തെളിയിച്ചതാണ്. ഇനി PSG ഇന്റർ മയാമിയുമായി കഴിഞ്ഞ ചില മത്സരങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോൾ പാസിംഗ് ആക്യുറസി, ഷൂട്ട് ഓൺ ടാർഗറ്റ് എന്നിവയിലെല്ലാം PSG വളരെയധികം മുന്നിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ മാത്രം 91% പാസിംഗ് ആക്യുറസി PSG പുലർത്തിയിരുന്നു. മയാമിയുടെ സ്ഥാനത്തേക്ക് അത് വരുമ്പോൾ 86%. കഴിഞ്ഞ മത്സരത്തിൽ 8 ഷോട്ടുകൾ ഇന്റർ മയാമി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ 3 മാത്രമാണ് ഓൺ ടാർഗറ്റ്. PSG ഭാഗത്തേക്ക് വരുമ്പോൾ 10-ൽ 7 ഓൺ ടാർഗറ്റ് ആണ്. ഇനി കഴിഞ്ഞ ചില മത്സരങ്ങളുടെ റിസൾട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്റർ മയാമി ആദ്യ മത്സരത്തിൽ അൽ അഹ്ലിക്കെതിരെ ഗോൾ രഹിത സമനിലയായിരുന്നു വഴങ്ങിയിരുന്നത്. രണ്ടാം മത്സരത്തിൽ പോർട്ടോയ്ക്കെതിരെ 1-2 ഗോളുകൾക്ക് ഇന്റർ മയാമി വിജയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ പാൽമരസിനെതിരെ 2-2 സമനില. PSG ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 4 ഗോളിന്റെ വിജയം. രണ്ടാം മത്സരത്തിൽ ബൊട്ടോഫാഗോയ്ക്കെതിരെ 1 ഗോളിന്റെ തോൽവി. എന്നാൽ ആ മത്സരത്തിൽ ഏറ്റവും മികച്ചു നിന്നത് PSG ആയിരുന്നു. ആ ഒരു ഗോളിന് ശേഷം ബൊട്ടഫാഗോ മത്സരം മുഴുവൻ പ്രതിരോധത്തിലേക്ക് മാറുകയായിരുന്നു. PSG നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് 10-ൽ 7 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിട്ട് പോലും ഒരു ഗോൾ പോലും നേടാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സിയറ്റിലേക്കെതിരെ 2 ഗോളിന്റെ വിജയം. എന്നാൽ ഇതിനൊക്കെ പുറമെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 5 ഗോളിന്റെ വിജയമായിരുന്നു PSG കരസ്ഥമാക്കിയത്. ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ ബൊട്ടഫാഗോയ്ക്കെതിരെയുള്ള പരാജയവും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ഇന്റർ മിലാനെതിരെയുള്ള 5 ഗോളിന്റെ വിജയവും സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരേ സമയം PSG നിലം പതിക്കാനും അതേപോലെ തന്നെ ആളിക്കത്താനും കഴിയുമെന്നതാണ്. എന്തായാലും മറുവശത്ത് ലിയണൽ മെസ്സി ഉണ്ട് എന്നതാണ് ഇന്റർ മയാമിയുടെയും ഇന്റർ മയാമി ആരാധകരുടെയും ഏക പ്രതീക്ഷ. ഇനി നമുക്ക് ഇന്റർ മയാമി PSG അണിനിരത്താൻ സാധ്യതയുള്ള 11-ലേക്കൊന്ന് നോക്കാം. 4-4-2 ഫോർമേഷനിൽ ഗോൾ പോസ്റ്റിൽ ഉസ്താരി, പ്രതിരോധത്തിലാണെങ്കിൽ വെഗന്റ്, അവിലസ്, ഫാൽക്കൻ, അലൻഡെ. മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ റൊഡോണ്ടോ, സെർജിയോ ബുസ്കസ്, സെഗോവിയ, അലൻ.
മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സിയും ലൂയിസ് സുവാരസും. ഇനി പകരക്കാരുടെ റോളിലാണെങ്കിൽ ജോർജി ആൽബയും ക്രമാസ്കിയും റോഡ്രിഗോയും എല്ലാം ഉണ്ട്. പരിശീലക സ്ഥാനത്ത് അർജന്റീനയുടെ ഇതിഹാസ താരമായ ഹാവിയർ മഷരാനോയും. ഇനി PSG ഇന്റർ മയാമിക്കെതിരെ കളത്തിലിറക്കാൻ സാധ്യതയുള്ള 11 നോക്കാം. ഗോൾ പോസ്റ്റിൽ ജിയാൻലൂജി ഡൊണ്ണറുമ, പ്രതിരോധത്തിൽ ന്യൂനോ മെൻഡസ്, പാച്ചോ, മാർക്കീനിയോസ്, ഹക്കീമി, മധ്യനിരയിൽ ഫാബിയൻ റൂയിസ്, വിറ്റീന, നെവസ്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹവരഷ്ഖേലിയ, ഡെസേഡോ, മയോളു. ഒരുപക്ഷെ ഉസ്മാൻ ഡെംബേലെ പരിക്കുമാറി ആദ്യ 11 ഫിറ്റാകുകയാണെങ്കിൽ മയോളുക്ക് പകരം ഉസ്മാൻ ഡെംബേലയാകും ആദ്യ 11 PSG വേണ്ടി സ്ഥാനം പിടിക്കുക. ഇവർക്ക് പുറമെ ഗോൺസാലോ റാമോസ്, സയർ എമറി, ബാർക്കോള, ലൂയിസ് ഹെർണാണ്ടസ്, കമാറ എന്നിവരെല്ലാം പകരക്കാരുടെ വേഷത്തിലുമുണ്ട്. ഇനി PSG പരിശീലക വേഷത്തിൽ പ്രമുഖ പരിശീലകനായ ലൂയിസ് എൻറിക്കെയും. സ്ക്വാഡ് സ്ട്രെങ്തും വലിയ മത്സരങ്ങൾ കളിച്ചുമുള്ള എക്സ്പീരിയൻസും എല്ലാം നോക്കുമ്പോൾ മത്സരം വിജയിക്കാൻ ഏറെ മുൻതൂക്കമുള്ളത് PSG തന്നെയാണ്. സ്ക്വാഡ് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ PSG ഇന്റർ മയാമിയേക്കാൾ വളരെ ദൂരം മുൻപിലാണ്. എത്ര വലിയ സ്ക്വാഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ഇന്റർ മയാമിക്കൊപ്പം ലിയണൽ മെസ്സി എന്ന ഇതിഹാസമുള്ളത് ഒരിക്കലും PSG മറന്നു കാണില്ല. എന്തായാലും കണ്ടുതന്നെ അറിയണം PSG ഇന്റർ മയാമിയെ തകർക്കുമോ അതോ ഇന്റർ മയാമി PSG യെ അട്ടിമറിക്കുമോ എന്ന്.